ഓരോ ദിവസവും ജീവനിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്ന പാത തിരഞ്ഞെടുക്കുക. ജീവിതം എന്നത് ഒരു കൂട്ടം തിരഞ്ഞെടുപ്പുകളാണ്. വെറുപ്പിൻ്റെയും നിരാശയുടെയും വഴികൾ നമ്മുടെ മുൻപിലുണ്ടാകാം. എന്നാൽ ബോധപൂർവം സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വഴി തിരഞ്ഞെടുക്കുന്നതിലാണ് ഒരു വിശ്വാസിയുടെ വിജയം. ദൈവവചനം ഇപ്രകാരം പറയുന്നു, ഞാൻ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിനക്ക് വിരോധമായി സാക്ഷ്യം വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ബൈബിളിലെ രൂത്തിന്റെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. തൻ്റെ ഭർത്താവ് മരിച്ചുപോയപ്പോൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാനുള്ള എളുപ്പ വഴി അവളുടെ മുൻപിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവൾ തിരഞ്ഞെടുത്തത് സ്നേഹത്തിൻ്റെ പാതയായിരുന്നു. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിശ്വസ്തയുടെ വഴി തിരഞ്ഞെടുത്തു. ആ ഒരൊറ്റ തിരഞ്ഞെടുപ്പാണ് അവളെ ക്രിസ്തുവിൻ്റെ വംശാവലിയുടെ ഒരു പ്രധാന കണ്ണിയാക്കി മാറ്റിയത്. നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. സ്നേഹം തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും എളുപ്പമല്ല, പക്ഷേ അത് മാത്രമാണ് സമാധാനത്തിലേക്കുള്ള ഏക വഴി. ഓരോ പുലരിയിലും നാം എന്തിനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ലക്ഷ്യത്തെയോ, ക്ഷമയെയോ, നിരാശയെയോ, വിശ്വാസത്തെയോ? എൻ്റെ ഉപദേശം ഇതാണ്: സാഹചര്യങ്ങൾ നിങ്ങളെ എന്തിലേക്ക് നയിച്ചാലും നിങ്ങൾ ബോധപൂർവം സ്നേഹത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുക. മറ്റുള്ളവരോടുള്ള കരുണയും ദൈവത്തോടുള്ള ഭക്തിയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളായിരിക്കട്ടെ. നിങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം നിങ്ങളെയും നിങ്ങളുടെ വരും തലമുറയെയും അനുഗ്രഹിക്കും. സ്നേഹത്തിൻ്റെ വഴിയിൽ നടക്കുക. അവിടെ നിങ്ങൾ ഒരിക്കലും തനിയാകില്ല. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് അവതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.